സംസ്ഥാനത്ത് മഴയും മഴക്കെടുതികളും തുടരുകയാണല്ലോ. സംസ്ഥാനത്ത് ഇതുവരെ 26 പേർക്കാണ് മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായത്. മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റും ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി. മരം കടപുഴകി വീണ് നിരവധി വീടുകളും വാഹനങ്ങളും തകർന്നു. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ കനത്ത മഴയുണ്ടോ ഇപ്പോഴും? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, ശ്യാം? ഇപ്പോഴും കൊച്ചിയിൽ മഴ തുടരുകയാണ്. ശക്തമായ മഴയില്ല എങ്കിൽ പോലും മഴ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇന്നലെയും ഒക്കെ നല്ല രീതിയിൽ മഴയുണ്ട്. കൂടാതെ കാറ്റ് മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. നേരത്തെ കാറ്റ് ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളും മറ്റുമൊക്കെ വീഴുന്ന ഒരു സാഹചര്യവും, അതുപോലെ വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നാം കണ്ടതാണ് 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇഷ്ടിക തലയിലേക്ക് വീണ് ഒരു യുവതി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ശക്തമായ കാറ്റും മറ്റുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കാറ്റ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ജില്ലയിലെമ്പാടും ആകെ മഴ തന്നെയാണ്. മലയോര മേഖലകളിലുമൊക്കെ ശക്തമായ മഴയും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരിയാറ് ശക്തമായ രീതിയിൽ നീരൊഴുക്ക് ഉണ്ട്. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെയും മൂവാറ്റുപുഴയാറിൻ്റെയും ഒക്കെ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിൽ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകളും മറ്റുമൊക്കെ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. അത് സാംക്രമിക രോഗങ്ങൾ, അതോടൊപ്പം തന്നെ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കൊക്കെ കാരണമാകാൻ ഇടയാക്കും. കാരണം ഈ വെള്ളക്കെട്ടിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു ക്രമീകരണങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കൊച്ചി നഗരസഭ വ്യക്തമാക്കുന്നത്. എത്രത്തോളമായി എന്നത് സംബന്ധിച്ച് ഈ വെള്ളക്കെട്ട് എത്ര രൂക്ഷമാകുന്നു എന്ന് കണ്ട് മാത്രമേ അത് കൃത്യമായ രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുള്ളൂ. പക്ഷേ ഇപ്പോഴും ശക്തമായ മഴ ജില്ലയിലെമ്പാടും തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ കടലോര മേഖലകളിലും ഈ കടൽക്കയറ്റം അതും ശക്തമായി തുടരുകയാണ്. ചെല്ലാനത്ത് ടെട്രാപ്പോഡ് വിരിച്ചുവെങ്കിലും കണ്ണമാലി തീരപ്രദേശങ്ങളിലും മറ്റുമൊക്കെയാണ് ഇപ്പോൾ നായരമ്പലം, അതോടൊപ്പം തന്നെ മുനമ്പം മേഖലകളിലൊക്കെ ശക്തമായ രീതിയിൽ കടലാക്രമണം രൂക്ഷമായ രീതിയിൽ തന്നെ ഉണ്ട്. അവിടെയും പലയിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഈ ആളുകൾ അവിടെ നിന്ന് മാറാത്തത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അത് ജീവനക്കാർക്കും അതെ, നമുക്ക് അവരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവനവൻ തന്നെ അക്കാര്യം ഏറ്റവും ആദ്യം വിചാരിക്കുകയും വേണം.